ഹായ് നമസ്കാരം. ആഹാ OTT പ്ലാറ്റ്ഫോമിൽ വന്ന യമകാതകി എന്ന സിനിമയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഇതൊരു ഹൊറർ ത്രില്ലർ കാറ്റഗറിയിൽ വരുന്ന ഒരു സിനിമയാണ്. ഒരു കൊച്ചു സിനിമയാണ്. അപ്പോൾ ഞാൻ യാദൃശികമായിട്ട് അതിന്റെ പോസ്റ്റർ കണ്ട് എനിക്ക് ഹൊറർ തീമൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് കാണാലോ എന്ന് കരുതി കണ്ട സിനിമയാണ്. കണ്ട് വന്നപ്പോഴത്തേക്കും എനിക്ക് പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു നൈസ് മൂവിയാണ്. അതിന്റെ സബ്ജക്ട് തന്നെയാണ് എന്നെ വളരെ അട്രാക്റ്റീവായിട്ട് തോന്നിച്ചത്. സിനിമ തുടങ്ങി ഒരു അരമണിക്കൂറോളം ഏതൊരു കൊച്ചു സിനിമയും പോലെ തട്ടിക്കൂട്ട് പടം പോലെയൊക്കെ എനിക്ക് തോന്നിയെങ്കിലും കഥ പോയി അതിനൊരു മെയിൻ ട്രാക്കിൽ എത്തുന്ന മുതൽക്ക് പിന്നെ നമ്മളങ്ങ് പിടിച്ചിരുത്തുന്നുണ്ട്. ഇതിലെ നായികയ്ക്ക് പേഴ്സണലി ആസ്മയുടെ ഒക്കെ ഒരു അസുഖമുള്ള കുട്ടിയാണ്. ഒരു ദിവസം ഈ കുട്ടിയുടെ വീട്ടിലൊരു പ്രശ്നം നടക്കുന്നു. അങ്ങനെ പ്രശ്നത്തിൽ ഭാഗമായിട്ട് ആ കുഞ്ഞിനെ അച്ഛൻ അടിക്കുന്നു. ആ കുട്ടി ദേഷ്യപ്പെട്ട് റൂമിലേക്ക് കയറി പോകുന്നു. അച്ഛന് ദേഷ്യപ്പെട്ട് ആ വഴിക്ക് പോകുന്നു. അടുത്ത ദിവസം രാവിലെ റൂം തുറന്നു നോക്കുമ്പോൾ ആ കുട്ടി തൂങ്ങി നിൽക്കുന്ന അവസ്ഥയിലാണ് കാണുന്നത്. തുടർന്ന് ആ കുട്ടിയുടെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് അതിനെ ശ്മശാനത്തിലേക്ക് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഈ ബോഡി എടുക്കാൻ പറ്റുന്നില്ല. ഒരു 5-8 ആൾക്കാർ വന്ന് ഈ ബോഡീനെ പൊക്കാൻ നോക്കിയിട്ട് ഒരു വിധത്തിൽ ഈ ബോഡി പൊക്കാൻ പറ്റുന്നില്ല. പിന്നെ ഈ ബോഡി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എഴുന്നേറ്റങ്ങ് ഇരിക്കുന്നു, ഒരു അനക്കവുമില്ല, എഴുന്നേറ്റിരിക്കുവാണ്. ഒരു വിധത്തിൽ ആ വീട്ടിൽ നിന്ന് ആ ബോഡിനെ പുറത്തു കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം. സോ ആ കുട്ടിയുടെ മരണം എങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യം ആ കുട്ടിയുടെ സ്പിരിറ്റ് അവിടെ നിന്നുകൊണ്ട് തെളിയിച്ച് ക്ലിയർ ചെയ്തിട്ട് ആൾക്കാർ മുമ്പിൽ പ്രൂവ് ചെയ്തിട്ടാണ് പിന്നീട് ആ ബോഡി ആ വീട്ടിൽ നിന്ന് പുറത്തെടുത്ത് അടുത്ത കർമ്മങ്ങൾക്കായിട്ട് പോകാൻ സാധിച്ചത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ, നൈസ് ആയിട്ടുള്ള പെർഫോമൻസസ്, എല്ലാ പുതുമുഖങ്ങളാണ്. ഞാൻ കണ്ട എല്ലാ ആൾക്കാരും പുതുമുഖങ്ങളാണ്. അവരുടെയൊക്കെ മനോഹരമായ പെർഫോമൻസസ് കാണാൻ പറ്റി. ഇത് എഴുതി ഡയറക്ട് ചെയ്തത് പെപ്പിൻ ജോർജ് ജയശീൽ എന്ന് പറഞ്ഞ ഒരാളാണ് എഴുതി ഡയറക്ട് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിനോടൊപ്പം രാജേന്ദ്രൻ എന്നുള്ള ആളും കൂടി സഹായിച്ചിട്ടാണ് എടുത്ത് നടന്നിരിക്കുന്നത്. എനിവേ നല്ലൊരു അറ്റംപ്റ്റ്, നല്ല രസമായിട്ട് പടം വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ പടം നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ പടം ഒന്ന് സജസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ആ ഒരു ഗ്രിപ്പ് കിട്ടിയോ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുഴുവനായിട്ട് കാണാൻ പറ്റും. ആദ്യത്തെ ഒരു അരമണിക്കൂറോളം ഒരു തട്ടിക്കൂട്ട് പോലെ അല്ലെങ്കിൽ ഒരു തുടക്കത്തിൻ്റെതായ ഒരു ഫീൽ ചെയ്യുമെങ്കിലും ആ ഒരു ഇൻസിഡന്റ് നടന്നത് മുതൽ പിന്നെ അങ്ങോട്ട് ഭയങ്കര ഗ്രിപ്പാണ് പടം പോകുന്നത്. അപ്പോൾ ആഹാ OTT പ്ലാറ്റ്ഫോമിൽ സിനിമയുണ്ട്. ഞാൻ സജസ്റ്റ് ചെയ്യുന്നു, കണ്ടു നോക്കുക. കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. താങ്ക് യു.